ഈവനിംഗ് എഡിഷൻ തുടരുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ നിരീക്ഷണവുമായി സുപ്രീം കോടതി. ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല. കാലതാമസം നേരിടുന്ന കേസുകളുമുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, നമുക്കറിയാം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി കോടതിയിൽ വാദം തുടരുകയാണ്. അപ്പോഴുള്ളൊരു പരാമർശമാണോ ഇത്? അമൃത പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരുകയാണ്. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇന്ന് വാദം പ്രധാനമായും ഈ റഫറൻസിനെ എതിർക്കുന്നവര്, അതായത് തമിഴ്നാടിന് വേണ്ടി ഹാജരായത് മനു അഭിഷേക് സിംഗ്വിയാണ്. ആ വാദങ്ങൾ പുരോഗമിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതിയുടെ ചില വാക്കാൽ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നതാണ്. ചില സാഹചര്യങ്ങളിൽ കാലതാമസം നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലതാമസം ഉണ്ടായാൽ അത്തരം സന്ദർഭങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നതാണ് സുപ്രീം കോടതി ഒരു വാക്കാൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതൊരു അന്തിമ വിധിയോ അല്ലെങ്കിൽ ഈ അന്തിമ വിധിയെ ബാധിക്കുന്ന ഒരു നിരീക്ഷണമായോ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. മുൻപും സമാനമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഈ ബില്ലുകളെ 6 മാസത്തോളം തടഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്ന് ജസ്റ്റിസ് BR ഗവായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെയും ഈ കേസിൽ വാദം തുടരുകയാണ്. എന്തായാലും നമുക്കറിയാം, വലിയ നിർണായകമായ ഒരു ഉത്തരവാണ് തമിഴ്നാട് സർക്കാരിന്റെ ഗവർണർക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 3 മാസത്തെ ഒരു സമയപരിധി രാഷ്ട്രപതിക്കും ഗവർണർക്കും സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്നു. ഇതിനെതിരെയാണ് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി റഫറൻസുമായി ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തുകയും ഇതിലൊരു വിശദമായ വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയും ചെയ്തു. ആ വാദം പുരോഗമിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു നിരീക്ഷണം, നിർണായകമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അമൃത. ശരി, അരവിന്ദ് തുടരൂ. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി അരവിന്ദിൽ നിന്ന് അറിയാനുണ്ട്.